ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ വൺസ് മോർ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിഷ മൂവി സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഖത്തറിൽ വന്നിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് എൻജോയ് ദ വീഡിയോ. Thank you so much guys for joining with us for this wonderful celebration of Aisha movie. ഒരു പക്ഷേ നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ആ ഒരു കോമഡിനെ കുറിച്ച് ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ സിനിമ വന്നിട്ട് അറിഞ്ഞ ഒരുപാട് പേരുമുണ്ട്. ശരിക്കും ഇന്ന് 2023 നമ്മൾ ആഗ്രഹിക്കുന്ന, സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യവും ഫ്രീഡവും ഒക്കെ അന്നത്തെ കാലത്ത് അതിനുവേണ്ടി വഴിയൊരുക്കിയ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് പറയുന്ന ഫെമിനിസം അന്ന് നടത്തിയ ഒരാളാണ്. ശരി, ആൻഡ് അത്രയും നല്ലൊരു ട്രിബ്യൂട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആയിഷ മൂവിയുടെ എൻറ്റയർ ടീം ചെയ്തിരിക്കുന്നത്. കണ്ട എല്ലാവർക്കും മനസ്സിലാവും, വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന റിലേഷൻഷിപ്സിന്റെ സ്റ്റോറി പറയുന്ന ആ ഒരു ബയോപിക് മൂവിയാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു എൻറ്റയർ ടീം ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങളെ കാണാനല്ലാതെ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്, ഞങ്ങൾക്ക് അറിയാം അതൊക്കെ. പക്ഷേ യെസ്, അതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കുറച്ച് സമയത്തോടെ തന്നെ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ആ ഒരു മാസ് സ്റ്റാർ എൻട്രി ടൈമാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഈ ഒരു എനർജി അല്ല, ഒരു കംപ്ലീറ്റ് എനർജിയിൽ വേണം മഞ്ജു വാര്യരും ജയചന്ദ്രനും അതോടൊപ്പം തന്നെ ആമിർ പള്ളിക്കലും ആ ഒരു എൻറ്റയർ ടീമിനെ ഇവിടേക്ക് വരവേൽക്കാൻ. അതിനുമുമ്പ് നല്ലൊരു കൈഡി തരാമോ? നല്ല നിറഞ്ഞൊരു കൈഡി. ആയിഷ ടീം 974 ഈവന്റ്സ് 974 ഈവന്റ്സ് ആണ് ഈ ഒരു ഇവന്റ് ഗുരുവായിട്ട് ചേർന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കാണാനാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അക്ഷരപരമായിട്ട് കാത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ പറ്റുമോ? റൈറ്റ് ആണോ റോങ് ആണോ? ആ ബാക്ക് ബെഞ്ചേഴ്സ് ആണ് ആസ് ഓൾവേസ് റൈറ്റ് എന്ന് പറയുന്നത്. അവരാണ് കുറച്ച് ഓൾ ഉണ്ടാക്കണത്. ഇവിടെ ഇരിക്കുന്നവരൊന്ന് പറഞ്ഞേ, നിങ്ങൾ ആയിഷ ടീമിനെ കാണാൻ വന്നവരാണോ? സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് വേണ്ടിയിട്ട് പാടാനായിട്ട് ദോഹയിലെ തന്നെ വെരി ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. സോ ഒരു ആയിഷയുടെ സക്സസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് നമ്മുടെ ആയിഷ മൂവിയിൽ ഒരു പാട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പാടാനായിട്ട് വരുന്നത് വെരി പ്രിറ്റി, വെരി ടാലന്റഡ് വിഷ്ണു പ്രിയ ഈസ് ഗോണ കം ഓവർ ഹിയർ. വിഷ്ണുപ്രിയ ആയിഷയുടെ പാട്ടിലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
നമസ്കാരം. ഫുൾ പവർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മള് റേഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വൈകുന്നേരം ഇവിടെ ഉണ്ടാവുന്നത്. ഏകദേശം എല്ലാവരും എത്തിയിട്ടില്ലേ? ഇല്ല, എല്ലാവരും എത്തിയിട്ടില്ലേ? എല്ലാവരും മഞ്ജുജിനെ കാണാൻ വെയിറ്റ് ചെയ്യണോ? അതുപോലെ തന്നെ എം ജയേന്ദ്രൻ സാർ, ഫുൾ ടീം, ആയിഷ ടീമിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നല്ല എത്ര പേര് സിനിമ കണ്ടു? ആയിഷ മൂവി കണ്ടവർ മാത്രം ഒന്ന് കൈയടിക്കോ? അപ്പൊ ഇനിയും സിനിമ കാണാൻ ആൾക്കാരുണ്ട്, മസ്റ്റായിട്ട് കാണാൻ. നല്ല സിനിമയുണ്ട്. പരിപാടിയിൽ ഖത്തറിൽ പങ്കെടുക്കാൻ പറ്റുന്നത്, അപ്പൊ അതിന് വലിയ സന്തോഷം. നല്ല അഭിപ്രായങ്ങളുമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് മഞ്ജു ചേച്ചി അടക്കം ഖത്തറിലേക്ക് വന്നിട്ടുള്ളത്. സോ എത്രയും പെട്ടെന്ന് സിനിമ കാണുക കേട്ടോ. അങ്ങനെ ലുലു റേഡിയോ മലയാളം 98.6 FM and 974 events presents മഞ്ജു വാര്യർ ഇതാ ഖത്തർ മലയാളികൾ. മലയാളികളിലേക്ക് ആയിഷ മൂവിയുടെ ടീം എത്തിയിരിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയുടെ സ്വന്തം മഞ്ജു വാര്യർ. ഇയാളെപ്പോഴും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വീകരിച്ച ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ. ഏത് പാട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ അദ്ദേഹം നൽകി അല്ലെ. അദ്ദേഹത്തിന് തന്നെ ഏറ്റവും കോൺഫിഡൻസോട് കൂടി തന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റും, ഞാൻ നിങ്ങളുടെ പൾസറിന് സമ്മാനിച്ച ഗാനങ്ങൾ തന്നെയാണ് നിങ്ങൾ ഏത് കൈ നീട്ടി സ്വീകരിച്ചത്. യെസ്, നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ജയചന്ദ്രൻ. ഒരു സിനിമ എന്ന ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന് ഒരുപാട് പേര് തെളിയിച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംവിധായകന്റെ കീഴിൽ പോയി അദ്ദേഹത്തിന്റെ ശിഷ്യനായി നിന്ന് ആ സിനിമ അദ്ദേഹത്തെ കൊണ്ട് തന്നെ നിർമ്മിച്ച് ഇന്നിതാ ഇവിടെ അതിന്റെ സക്സസ് സെലിബ്രേഷൻ നടത്തുന്ന നമ്മുടെ സ്വന്തം സംവിധായകൻ ആമിർ പള്ളിക്കൽ. വീണ്ടും മലയാളത്തിന്റെ സിനിമാ ചരിത്രത്തിലേക്ക് ഗംഭീരമായ ഏടുകൾ രചിച്ച ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു കിടിലൻ സിനിമയായിട്ട് വന്ന് മലയാള സിനിമയുടെ
ഒരു ഗംഭീര സംവിധായകനായി മാറി. പിന്നീട് പല പല സിനിമകൾ 2-3 സിനിമകൾ ചെയ്തു. ഇപ്പോ പ്രൊഡ്യൂസറായിട്ടും വന്നേക്കുന്നു മിസ്റ്റർ സക്കറിയ, ഡയറക്ടർ സക്കറിയ. ഓക്കേ, ആയിഷ എന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിനെയാണ് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ളത്. ആഷിഫ് കക്കോടി. Can we have a huge round of applause please? And ഈ ഒരു മൂവിയുടെ കോ പ്രൊഡ്യൂസേഴ്സ് ആയി വന്ന നമ്മുടെ ഖത്തറിലെ പല ആൾക്കാർക്കും വളരെ പരിചിതമായിട്ടുള്ള മുഖമായിരിക്കും. ആൻഡ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന 3 പേര്, 3 കോ പ്രൊഡ്യൂസേഴ്സിനെയാണ് വളരെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യാനായിട്ടുള്ളത്. അഡ്വക്കേറ്റ് സക്കറിയ ആൻഡ് മിസ്റ്റർ ഷംസുദ്ദീൻ, മിസ്റ്റർ വിനീഷ് ചന്ദ്ര. യെസ്, നമ്മളുടെ ആയിഷ മൂവി സക്സസ് സെലിബ്രേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. റേഡിയോ മലയാളം 98.6 ലുലു ആൻഡ് 974 ഇവന്റ്സ് പ്രസൻസ് ആയിഷ മൂവി സക്സസ് സെലിബ്രേഷൻ. അപ്പൊ ലുലുവിൽ അങ്ങനെ സക്സസ് സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ് ആയിഷ മൂവിയുടെ. അപ്പൊ അതിന് റെഡിയാണോ? റെഡി? ടീം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മള് അവര് നമ്മുടെ സ്റ്റാർസിനെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ കുട്ടി സ്റ്റാർസിന് ഒരു ചെറിയ പെർഫോമൻസ് അല്ലേ? Another co-producer, Denise, is joining with us from the team Aisha. നമ്മളോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റേഡിയോയുടെ CEO മിസ്റ്റർ അൻവർ ഹുസൈൻ from Radio Malayalam 98.6 FM sir, please. And marketing manager Mr. Naufal, join on dais please. Radio Malayalam 98.6 FM. Aisha movie, please put your hands together please. Wow! The first entry from the Aisha team. Vinesh Chandra, co-producer, Aisha. Already here, and we already calling Shamsuddin, the co-producer of the Aisha team. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും co-producer ഷംസുദ്ദീൻ. ഈ ഒരു ഫേസ് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. ഹംസ from Aisha movie please. ഹംസയായിട്ട് നമ്മുടെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള ഷംസു, നമ്മുടെ ഹംസ വേദിയിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ബയോപിക് നമുക്ക് പറഞ്ഞുകൂടാ. ബയോപിക്കിൽ നിന്ന് ഒരു ഏഴെടുത്ത സിനിമയാകുമ്പോൾ ആ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റ് ആ ഒരു സംഭവം ഏറ്റവും മനോഹരമായിട്ട് നടത്തിയ നമ്മുടെ സ്വന്തം സ്ക്രിപ്റ്റ് റൈറ്റർ ആഷിഫ് കക്കോടി പ്ലീസ്. സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മനസ്സറിഞ്ഞ്, നമ്മൾ മലയാളികളുടെ മനസ്സറിഞ്ഞ് ഇത്രയും വലിയ ഒരു കഥ, ഒരു ബിഗ് ക്രാഫ്റ്റിലേക്ക് നമ്മളോട് പുതിയ മലയാള സിനിമയുടെ മേഖലയിലേക്ക് നമ്മളെ കാലെടുത്ത് വെക്കാൻ പ്രേരിപ്പിച്ച the debut, the promising director, he's gonna come over here, Amir Paligal. And from Friday Events, joining us Mr. Unseen please. Mr. Unseen from Friday Club. Yes, അറിയാം, സിനിമയുടെ ജീവിതഗതി നിർണ്ണയിക്കുന്നത് സംവിധായകനും പ്രൊഡ്യൂസറും ആക്ടേഴ്സും ഒക്കെ കൂടിയാണ്.
പക്ഷേ അത് നമ്മളെ മനസ്സിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കുന്നത് അതിനോടൊപ്പം ഒഴുകുന്ന സംഗീതമാണ് അല്ലെ എന്ന് നമ്മളെ പലപ്പോഴും തെളിയിച്ചു. അത് 2023 കുറച്ചുകൂടെ തെളിയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ദ വെരി ക്ലോസ് ടു ഹാർട്ട് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എം ജയചന്ദ്രൻ സാറിനെ ഒരുപാട് സ്നേഹത്തോടു കൂടി വാഴ്ത്തിയാണ്. And join me here with a big backbone of the movie എന്നൊക്കെ പറയാം. പ്രൊഡ്യൂസറിന്റെ ഒരു ലേബലില് ആക്ടർ എന്നൊക്കെ മാറ്റി വെച്ചത് ഈ ഒരു ആയിഷയോടൊപ്പം ചേരുന്നു സക്കറിയ. Are you guys ready? Are you guys ready? മലയാളികള് ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കാന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്, വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ മികവുറ്റ കഥാപാത്രങ്ങൾ, നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് അത്ര പാളികളിൽ എത്തിച്ച the one and only lady superstar of Malayalam film industry. Ladies and gentlemen, please put your hands together. We have our lady superstar Manju Warrier with us. നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ, നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചിയിൽ വിളിക്കും, മഞ്ജു വാര്യർ നമ്മൾ വിളിക്കും. നമ്മൾ ഒരുപാട് ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ അഭിമാനത്തോടെ വിളിച്ച ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. നമുക്ക് ലുലുവിന്റെ എൻറ്റയർ ടീം അവർക്ക് നമ്മുടെ ഈ സ്റ്റാർസിന് ഒരു ബൊക്കെ, ഒരു സ്നേഹവാരം കൈമാറുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ മഞ്ജു വാര്യർ ഈ ഒരു ബൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി ലുലു റീജിയണൽ മാനേജർ മിസ്റ്റർ ഷാനവാസ് പടിയത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്വന്തം സ്ക്രിപ്റ്റ് റൈറ്റർ ആഷിഫ് കങ്കോടിക്ക് വേണ്ടിയിട്ട് ഒരു മൊമെന്റ് ബുദ്ധി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഷിയ. നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ ചേട്ടന് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് വരുന്നു മിസ്റ്റർ ബഷീർ. Operations Manager Mr. Bashir from Lulu is handing over the bouquet to our own Jayachandran Cheri. Mr. Shihab, Marketing Manager. Mr. Shihab, Marketing Manager. So thank you everyone. Lulu ke നമ്മുടെ സ്റ്റാർസിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ ലീവ് ചെയ്യാം. With all love, we are thanking the Lulu team and we request the team Aisha to be here itself. നമ്മളുടെ സ്വന്തം കൂടപ്പിറപ്പായി നമ്മളെല്ലാവരും കാണുന്ന നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ is in Qatar. കുറച്ചുകൂടെ ഒച്ചയാവാം. കുറച്ചുകൂടി power. ഖത്തർ മലയാളികളുടെ സ്നേഹം നിറഞ്ഞ കൈയോടെ കുടിക്കുക. Yes, നമ്മുടെ മലയാള സിനിമയുടെ സ്വന്തം. വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നല്ലൊരു സിനിമയുടെ വിജയത്തിന്റെ ഒരു സന്തോഷത്തിൽ ഞാനും എന്നോടൊപ്പം ടീം ആയിഷയും ഇവിടെ ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു ആഘോഷം ആദ്യമായിട്ട് നടക്കുന്നത് ഇവിടെ ഖത്തറിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഈ വേദി ഒരുക്കി തന്നെ ലുലു ഗ്രൂപ്പിനും 98.6 മലയാളം FM എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. ഇനി ഈ സിനിമയെക്കുറിച്ച് അധികം ഞങ്ങളല്ല സംസാരിക്കേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടി സിനിമയാണ് സംസാരിക്കേണ്ടത്. നിങ്ങളാണ് സിനിമ പോയി കണ്ടിട്ട് ഇതിന്റെ വിജയത്തിന്റെ ഒരു യാത്ര പൂർണ്ണമാക്കി തരുന്നത്. എല്ലാവരോടും സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ആയിഷ സിനിമ കാണണം, ആസ്വദിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞങ്ങൾക്ക് തരുന്ന ഈ ഒരു സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും
തിരിച്ച് മനസ്സറിഞ്ഞ് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നാലഞ്ച് വർഷത്തിന് ശേഷമാണ് ദോഹയിൽ വരുന്നത്. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ. അത് പ്രത്യേകിച്ചും നമ്മുടെ ആയിഷയുടെ സക്സസ് സെലിബ്രേഷനാണ്. ആയിഷ കണ്ടവരെയാണ് നേരത്തെ പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ഒരുപാട് പേര് കാണാറുണ്ടല്ലേ? കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ചെന്ന് ആയിഷ കാണാം. ഒരു സിനിമ കൂടിയിട്ടാണ് നിലമ്പൂർ ആയിഷയുടെ ജീവിതത്തിൽ നിന്നെടുത്ത ചെറിയൊരു പോയിന്റ് എടുത്ത് നിങ്ങൾ തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കലും വളരെയധികം സന്തോഷമാണ്. പിന്നെ ഖത്തറിൽ നമുക്ക് ഇതിൻ്റെ സെലിബ്രേഷൻ നടത്താം. നമ്മൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് ഖത്തറിൽ വെച്ചായിരുന്നു. അപ്പോൾ ചില കാരണങ്ങളാൽ വീണ്ടും ഷൂട്ടിംഗ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു. അത് നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ഇവിടുന്ന് തന്നെ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഈ ഒരു ആയിഷ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിൽ നിങ്ങളുടെ നന്ദിയും അറിയിക്കുന്നു. സിനിമ തിയേറ്ററിലുണ്ട്. പ്രവാസികളായ ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും ഹംസനി ചെയ്യണ്ട. അത് ഞാനിങ്ങനെ ആണ്ടന്റെ മുഖത്ത് കൊടുക്കും. അതന്നെ. അപ്പൊ അങ്ങനെ അത് ഞാൻ ഉറപ്പിച്ചു. ഹംസ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഉറപ്പിച്ചു. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുവള്ളിക്ക്, അതായത് ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് കൊടുവള്ളി. പറയട്ടോ. കണ്ണിലെ കണ്ണിലെ Okay, one more. Ready? 1, 2, 1, 2, 3, 4. ഇന്ത്യ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. അപ്പൊ ഈ ഒരു ദിവസം റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് അവർ ഷാർജ, ദുബായ് ആ പരിസരത്ത് താമസിക്കുകയാണ്. അപ്പൊ ഈ ഒരു സിനിമയിലെ ആ ഒരു ബന്ധം ശരിക്കും ഒരു സൗഹൃദത്തിനെ ആഘോഷിക്കുന്ന ഒരു സിനിമയാണ് ആയിഷ. ഒരു സൗഹൃദം അത്രമാത്രം പ്രേക്ഷകർ